കെ.സി. വേണുഗോപാലിന് പിണറായി വിജയൻ്റെ വക മുട്ടൻ പണി. എങ്ങനെ രക്ഷപ്പെടും ഇതിൽ നിന്ന് എന്ന് കെ.സി. വേണുഗോപാൽ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ഇപ്പോൾ ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. വിഷയം മറ്റൊന്നുമല്ല, കേരളത്തിൽ നിന്നുള്ള എം.പിമാരുടെ പാർലമെൻറ്റിലെ പ്രകടനം, അതേക്കുറിച്ച് പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. വെറും ചോദ്യമായിരുന്നില്ല, അതിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു. കേരളത്തിലെ എം.പിമാർ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യത്തിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ അംബാസഡർമാരാകേണ്ട എം.പിമാർ കേരളത്തിൻ്റെ താൽപ്പര്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നു. ഇക്കാര്യം ഉദാഹരണ സഹിതമാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, കെ.സി. വേണുഗോപാലിനോട് ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന്. കുറേയേറെ പേർ പുതുതായി AY കാർഡിലേക്കടക്കം എത്തി എന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ കാര്യം. അല്ലാതെ ഇവിടെ ആരെങ്കിലും AY കാർഡിൽ നിന്ന് പുറത്തായി എന്നല്ല. ഇതെല്ലാം നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്ന ഒരു നിലയല്ലേ സ്വീകരിക്കേണ്ടത്? അതിനു പകരം പാർലമെൻറ്റിനകത്ത് കേരളത്തിൽ AY കാർഡുകൾ ഇല്ലാതാക്കുകയാണ് എന്ന ഒരു തരത്തിലും വസ്തുതയുമായി ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കുകയാണോ വേണ്ടത്? തെറ്റായ ഒരു ചിത്രം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണോ ഉണ്ടാകേണ്ടത്? അതിദാരിദ്ര്യം, അന്ത്യോദയ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ല ഇത്. കേരളത്തെ സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് സംസ്ഥാനത്തിനുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി UDF എംപിമാരെ അറിയിച്ചല്ലോ. 6 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ AY കാർഡിൽ നിന്നും പുറത്താവുമെന്ന് പ്രചരിപ്പിച്ചവർക്കാണ് ഈ മറുപടിയിലൂടെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. പാർലമെൻറ്റിൽ ഇത്തരം കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കാൻ UDF എംപിമാർക്ക് വല്ലാത്ത ആവേശമാണ് കാണുന്നത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താനും ഈ ഉത്സാഹം നേരത്തെ അവർക്ക് തീരെ ഉണ്ടായില്ല. ഇപ്പോഴും അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുവെന്നതാണ് ഇത് പ്രകടമാക്കുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരുടെ ഈ കേരള വിരുദ്ധത ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഈ 2 എംപിമാർ, ഒന്ന് കൊല്ലം എംപിയും മറ്റൊന്ന് ഇവിടുത്തെ കോഴിക്കോട് എംപിയുമാണ് എന്നതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ മറുപടിയാണ് കെ.സി. വേണുഗോപാലിനുള്ളവരിൽ നിന്ന്, കെ.സി. വേണുഗോപാലിനെ പോലുള്ളവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നമുക്കൊരു സംവാദം നടത്തിക്കളയാം എന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയല്ല. സംവാദം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയല്ല വേണ്ടത്. കേരളത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടത്. കേരളത്തിൻ്റെ അവകാശങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയാണ് വേണ്ടത്. കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വേണ്ടത്. അതല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പാരവെക്കുന്ന രീതി ഒരിക്കലും എംപിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെ കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സംവാദത്തിന് തയ്യാറാണോ എന്ന്. അതിന് മറുപടിയായാണ് സംവാദത്തിന് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. സത്യത്തിൽ കെ.സി. വേണുഗോപാലിന് പിണറായി ഇട്ട കത്രികപ്പൂട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇതിനെക്കുറിച്ചാണ് സംവാദം. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, കേരള സർക്കാരിനെ കുറിച്ചല്ല, കേരളത്തിലെ സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ചല്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ഭരണപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ല. സംവാദ വിഷയം പാർലമെൻറ്റിലെ എം.പിമാരുടെ പെർഫോമൻസിനെ കുറിച്ചാണ്.
പ്രവർത്തനത്തെക്കുറിച്ചാണ്. അവർ ദില്ലിയിൽ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. അവരുടെ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം, എന്തൊക്കെ ആവശ്യത്തിന് ഇടപെട്ടു എന്നതിനെക്കുറിച്ചാണ്. ഇതൊക്കെ പരസ്യ സംവാദത്തിന് വിഷയമായാൽ കേരള വിരുദ്ധമായി നിൽക്കുന്ന എം പിമാരുടെ മുഖം മൂടി വലിച്ചു കീറും. വലിച്ചു കീറാതെ തന്നെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് NK പ്രേമചന്ദ്രൻ MPയുടെയും MK രാഘവൻ്റെയും ചോദ്യവും അതിന് കേന്ദ്രമന്ത്രി നൽകിയ ഉത്തരവുമൊക്കെ കേരളത്തിൽ ചർച്ചയായത്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ 6 ലക്ഷം പേർ, അവർക്ക് അന്ന യോജന പദ്ധതി പ്രകാരം 35 കിലോ അരി സൗജന്യമായി ലഭിക്കുന്നുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. അങ്ങനെ ലഭിക്കുന്ന അരി മുടക്കാൻ ശ്രമിച്ച 2 MPമാർ, NK പ്രേമചന്ദ്രനും MK രാഘവനും, കേരളത്തിൽ വലിയ ചർച്ചയാകേണ്ട സംഭവമായിരുന്നു. 6 ലക്ഷം ആളുകളെ പട്ടിണിക്കിടാൻ വേണ്ടി തയ്യാറായി ചോദ്യം ചോദിച്ച 2 MPമാർ. അതിലൊരു MPയെയാണ് നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ചത്. ആ വാക്ക് അന്വർത്ഥമാക്കുന്നതാണ് NK പ്രേമചന്ദ്രൻ്റെ ഈ ഇടപെടൽ. അങ്ങനെ 2 MPമാരുടെ കൂടെ MK രാഘവൻ്റെയും, കോഴിക്കോട് MP MK രാഘവൻ്റെയും മുഖം മൂടി വലിച്ച് കീറപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അതേപോലെ കേരളത്തിൽ പദ്ധതി കൊണ്ടുവരരുത്, കേരളത്തിൽ പദ്ധതി നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് കേരളത്തിലെ MPമാർ ഒന്നടങ്കം, CPIMൻ്റെയോ LDFൻ്റെയോ MPമാരില്ല, UDFൻ്റെയും BJPയുടെയും MPമാർ കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്ത ചരിത്രം, അത് അവകാശപ്പെടാൻ നമ്മുടെ കേരളത്തിലെ UDF BJP MPമാർക്കേ കഴിയും. BJP MPമാർ കേരളത്തിന് പുറത്തു നിന്നാണ് രാജ്യസഭയിലെത്തിയത്. മലയാളികളാണ്, അതുകൊണ്ട് തന്നെ കേരളത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് അവർ. അവരെയും കൂട്ടിയാണ് പോയത് UDF MPമാർ എന്നോർക്കണം. പദ്ധതി ഏതാണ്? കേരളയിൽ പദ്ധതിയാണ്. കേരളത്തിൻ്റെ റോഡ് വികസനം ആരും എതിർക്കില്ലല്ലോ. എല്ലാവർക്കും വേണം റോഡ്. ഒരു വീട്ടിൽ ഇപ്പോൾ 2 കാറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റോഡ് അത്യാവശ്യമാണ്. വേഗത്തിലെത്താൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനങ്ങളിൽ ഒന്നാണ് റോഡ് വഴിയുള്ള യാത്ര. അതുകൊണ്ട് റോഡ് വികസനം ആരും എതിർക്കില്ല. അതിന് പാരവെച്ച ഒരു MPയുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ്. MC റോഡിൻ്റെ വികസനത്തിന് വേണ്ടി, വീതി കൂട്ടത്തിന് വേണ്ടി, വളവുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, നഗരങ്ങളെ ടച്ച് ചെയ്യാതെ നഗരങ്ങളിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ട് ബൈപ്പാസുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ബൃഹത്തായ പദ്ധതി സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചു. കേന്ദ്രം അത് തത്വത്തിൽ അംഗീകരിച്ചു. അപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള ഒരു MP കൊടിക്കുന്നിൽ സുരേഷ് നിവേദനം കൊടുക്കുന്നത്, ആ പദ്ധതി നടപ്പാക്കരുത്, MC റോഡ് വികസനം നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയും MPമാരുണ്ട്. ഇങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയാം. എത്രയോ തെളിവുകളുണ്ട്. ഇപ്പോൾ ഓർമ്മ വന്ന 2 കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ മൊത്തത്തിൽ കേരളത്തിലെ MPമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരസ്യ സംവാദം, അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല കാര്യമാണ്. അതിന് തയ്യാറാകുമോ KC വേണുഗോപാൽ എന്നേ അറിയാനുള്ളൂ. KC വേണുഗോപാലിൻ്റെ വെല്ലുവിളി മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി പ്രതികരിക്കേണ്ടത് KC വേണുഗോപാലാണ്.